സമയം പുലർച്ചെ 6 മണി. നല്ല പോലെ ഒന്ന് ഉറങ്ങി. ഇതാണ് ജമ്മു തവി റെയിൽവേ സ്റ്റേഷൻ. ശ്രീനഗറിലേക്കുള്ള ടാക്സി പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ. ഇവിടം തൊട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്ലാനേ ചെയ്തിട്ടില്ല. പ്രീപെയ്ഡ് ടാക്സികളാണ് നമുക്ക് കിട്ടുന്നത്. അതിവിടെ ബുക്ക് ചെയ്യണം. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ടാക്സി ബുക്ക് ചെയ്യാൻ നിൽക്കുന്നത്. അങ്ങനെ ശ്രീനഗറിലേക്കുള്ള ടാക്സി റെഡി. 4 പേരായി വന്ന ഞങ്ങളിപ്പോൾ 7 പേരായിട്ടാണ് ടാക്സി കയറുന്നത്. ആ കഥ ഞാൻ വഴിയേ പറയാം. നല്ല തണുപ്പുണ്ട്. കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് ഞാനാണ് മുന്നിലിരിക്കുന്നത്. ജമ്മു ടൗൺ വിട്ട് ഇനി നേരെ ശ്രീനഗറിലേക്ക്. സൂപ്പർ സ്പീഡിലാണ് ഡ്രൈവർ ബൈ കാർ ഓടിക്കുന്നത്. ജമ്മു മുതൽ ശ്രീനഗർ വരെ 280 കിലോമീറ്ററാണ്. ബനിഹാൽ എന്ന സ്ഥലം വരെ ടാക്സിയിൽ പോയിട്ട് അവിടെ നിന്ന് ശ്രീനഗറിലേക്ക് ട്രെയിനിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. മഞ്ഞിലൂടെയുള്ള ട്രെയിൻ എക്സ്പീരിയൻസ് കിട്ടാൻ. പക്ഷേ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സൈനികൻ ടാക്സി ഷെയർ ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചെറിയ കുട്ടിയും ഒപ്പമുണ്ട്. അവർ ശ്രീനഗറിലേക്കാണ്. അവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ്. ഒരു സൈനികൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ നിരസിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. 8,000 രൂപയാണ് ടാക്സിക്കാർ അവിടം വരെ ഓടാൻ വാങ്ങുന്നത്. ഒരു കോഴിക്കോടുകാരനെയും റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും കിട്ടി. മഞ്ഞ് കാണണമെന്ന ഒറ്റ ആഗ്രഹവുമായി വന്ന ഒരാൾ. അദ്ദേഹം ഞങ്ങളോട് വന്ന് ഇങ്ങോട്ട് ചോദിച്ചു ടാക്സിയിലൊപ്പം കൂടിക്കോട്ടെ എന്ന്. അങ്ങനെ വലിയവർ 7 പേരായി വണ്ടിയിൽ. 8,000 7ആയി ഡിവൈഡ് ആയതുകൊണ്ട് ടാക്സിക്കൂലി വലിയ ബാധ്യതയായില്ല ഞങ്ങൾക്ക്. റോഡ് നിറയെ വണ്ടികളാണെങ്കിലും നല്ല റോഡായതുകൊണ്ട് വേഗത്തിലാണ് പോക്ക്. പുതിയ സ്ഥലവും പുതിയ കാഴ്ചകളുമാണ് മുന്നിൽ. കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുകയാണ് എല്ലായിടത്തും. വലിയ പില്ലറുകൾ പണിതു വച്ചിരിക്കുന്നു. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട്. വിൻഡോ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് വെച്ചുള്ള കാഴ്ചയാണ് എനിക്കിഷ്ടം. ഡ്രൈവർ പറഞ്ഞു ഇനി കുറേ തുരങ്കങ്ങളുണ്ടെന്ന്. 9 കിലോമീറ്റർ ഉള്ളതൊക്കെ ഉണ്ടത്രേ. എൻജിനീയറിംഗ് വിസ്മയമാണിതൊക്കെ. സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിലും 100 നമ്മുടെ പോക്ക്. എന്തൊരു നീളം! ഇതൊക്കെ എങ്ങനെ പണിയുന്നു ആവോ? ഭംഗിയുള്ള കാഴ്ചകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ദൂരെ മലനിരകളിൽ മഞ്ഞുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ആയിട്ടില്ല. ആർമി വാഹനങ്ങൾ ഒരുപാട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ആദ്യ മഞ്ഞ് നമ്മൾ കണ്ടിരിക്കുകയാണ് ദൂരെ മലമുകളിൽ. മാക്സിമം സൂമിലാണ് ഞാനിത് പിടിച്ചത് കേട്ടോ. മനസ്സിൽ ഒരു കുളിർമയായി. ഇപ്പോൾ തണുപ്പിനെ നേരിടാൻ മനസ്സ് സെറ്റായി. ഇതൊക്കെ അപകടം നിറഞ്ഞ റോഡാണെന്ന് ഡ്രൈവർ പറഞ്ഞു. സ്ഥിരം പാറക്കല്ലുകൾ റോഡിൽ വീഴാറുണ്ടത്രേ. ഇനിയും നല്ല ദൂരം പോകാനുണ്ട്. റോഡരികിലെ ഒരു കടയിൽ വണ്ടി നിർത്തി. തണുപ്പിൽ നല്ലൊരു മസാല ചായ, കൂടെ അവർ തന്നൊരു റൊട്ടിയും. പൂരി പോലെയുണ്ട്. എങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ ചായയിൽ മുക്കി കഴിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ചെയ്തു. വിശന്നിരിക്കുമ്പോൾ എന്ത് കിട്ടിയാലും ടേസ്റ്റ് ആണല്ലോ അല്ലേ? ശേഷം യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഇനി ഒരു അത്ഭുത എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലിലൂടെ നമ്മൾ പോകുകയാണ്. ശ്യാമ പ്രസാദ് മുഖർജി ടണൽ അഥവാ ചെനാനി നഷ്രി ടണൽ. 9.28 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. വിശ്വസിക്കാനാവുന്നില്ല. 2017 ഓപ്പൺ ചെയ്ത ഈ തുരങ്കം ജമ്മുവിലെ ഉധംപൂരിനെയും റംബാനെയുമാണ് കണക്ട് ചെയ്യുന്നത്. ഡ്രൈവർ ബൈ ഇരുട്ടിൽ ലൈറ്റ് സെറ്റപ്പൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ശ്രീനഗറിലേക്കുള്ള ദുർഘടമായ ഹെവി അപകടം നിറഞ്ഞ പാതകൾക്ക് പകരമായി വന്ന ടണലാണിത്. ഇൻ്റഗ്രേറ്റഡ് ടണൽ കൺട്രോൾ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഓട്ടോമാറ്റിക്കായി തന്നെ വെന്റിലേഷനും തീപിടുത്തവും സിഗ്നൽസും കമ്മ്യൂണിക്കേഷനും മറ്റ് ഇലക്ട്രിക്കൽ സിസ്റ്റംസും കൺട്രോൾ ചെയ്യും ഇത്. ഈ ടണലിന് പാരലലായി ഒരു എസ്കേപ്പ് ടണലും ഇവിടെയുണ്ട്. ജമ്മു ശ്രീനഗർ യാത്രാ സമയം കുറയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ ടണൽ. അതിനുശേഷം ഒരുപാട് ചെറുതും വലുതുമായ ടണലുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഴ ഒരു പൊടിക്ക് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ദൂരെ മലകളിൽ വീടുകൾ കാണാം. സത്യത്തിൽ പേടിയാകും ഇത്തരം റോഡിലൂടെ പോകാൻ. കല്ലുകൾ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം. തീപ്പെട്ടിക്കൂടുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ വീടുകൾ. റോട്ടിൽ കല്ലുകൾ കിടക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വലിയ റിസ്ക്കാണ്. വീടുകൾ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോഴാണ് നല്ല പച്ച കളർ പുഴ താഴെ ഒഴുകുന്നത് ശ്രദ്ധിച്ചത്. ട്രാഫിക്കും മഴയും ഉള്ളതുകൊണ്ട് ഇറങ്ങി അത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. മനോഹരമായിരിക്കുന്നു ഈ കളർ അല്ലേ? ഫോർമുല 1 കാറോട്ടത്തെ വെല്ലുന്ന രീതിയിലാണ് ഈ മഴയത്ത് ബായി പറപ്പിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഞാനൊരു കൺസ്ട്രക്ഷൻ കണ്ടു. നിങ്ങളും കാണും. പാറക്കല്ലുകൾ ഉരുണ്ട് വീഴാതിരിക്കാൻ ഒരു കവചം പണിത് തന്നിരിക്കുന്നു. ഇത് എൻ്റെ ഊഹം മാത്രമാണ്. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അത് കശ്മീരി ഭാഷയിലാണ് പറഞ്ഞു തന്നത്. ഞാൻ പിന്നെ അങ്ങ് തലയാട്ടി കൊടുത്തു. എന്തായാലും സംഭവം ഉപകാരപ്പെട്ടത് തന്നെ. ഓരോ മഴയിലും ഓരോ ലെയർ ഊർന്നു പോകുന്ന തരം മലകളാണ്. അതിൻ്റെ വാലിയിലുള്ള കുറച്ച് വീടുകൾ സ്വന്തമായി എന്തോ റൈസ് ഐറ്റം നട്ടു വളർത്തിയിരിക്കുന്നു. മാക്സിമം സൂമാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം കാഴ്ചകൾ. ലാൻഡ് സ്ലൈഡ് ചെയ്ത് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ കാണാം. ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് ടണലുകളാണെന്ന്. വേറെ ഒരു ടണലിലേക്കാണ് നമ്മൾ കയറുന്നത്. ഏറ്റവും വലുത് നമ്മൾ കണ്ടു കഴിഞ്ഞു. മലകളിൽ വ്യത്യസ്തമായ കാഴ്ചകളാണ്. അത് കാണാൻ ഞാൻ വിൻഡോ തുറക്കും.
തണുപ്പും മഴയും ഉള്ളിലോട്ട് കയറുമ്പോൾ വണ്ടിയിലുള്ളവർ അടയ്ക്കാൻ പറയും. ഒരു ചെറു ഗ്യാപ്പിലൂടെയാണ് ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഈ വീടുകളുടെ കാഴ്ച കണ്ട് അന്തം വിടുക എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഈ വീടുകളിലേക്കുള്ള വഴി ഏതാണ്? അങ്ങോട്ട് എങ്ങനെ സാധന സാമഗ്രികൾ എത്തിക്കും? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. മുമ്പിൽ പോകുന്ന ഇന്നോവ ഡ്രിഫ്റ്റ് വരെ അടിക്കുന്നുണ്ട്. കഴുതയുടെയും കുതിരയുടെയും മിക്സായ ഒരു ജീവി ഉണ്ടല്ലോ, കോവർ കഴുത. അതിവിടെ ഒരെണ്ണം നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ പുറത്ത് ഐറ്റംസ് കയറ്റി കൊണ്ടുപോകുന്ന ഒരു സ്കീമുണ്ട്. അങ്ങനെയാണെന്ന് നമുക്കങ്ങ് ധരിച്ച് ആശ്വസിക്കാം. ഈ വീടുകളിൽ ചെന്ന് അവരുടെ ജീവിതങ്ങൾ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മളെ അപേക്ഷിച്ച് വേറൊരു ജീവിതം തന്നെയാണ് അവരുടേത്. നല്ല തണുപ്പാണ് പുറത്ത്. മലയിൽ മഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. ബനിഹാൽ എന്ന പ്ലേസാണിത്. ഇവിടെ നിന്ന് ശ്രീനഗറിലേക്ക് ട്രെയിനുണ്ട്. മഞ്ഞിലൂടെയുള്ള ട്രെയിൻ യാത്ര വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. തുരങ്കപാതയിലൂടെ ഒക്കെയാണ് ട്രെയിൻ പോകുന്നത്. നമ്മൾ അതിവേഗം ശ്രീനഗറിലേക്ക് അടുക്കുകയാണ്. നല്ല അറ്റ്മോസ്ഫിയർ, നല്ല തണുപ്പ്. ഏതോ യൂറോപ്യൻ രാജ്യത്ത് എത്തിയ പോലുള്ള കളർ കോമ്പിനേഷൻ. ഇതൊരു തുരങ്കമല്ലെന്നും നമ്മൾ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണെന്നും ചിന്തിച്ച് നോക്കിക്കേ. വേറൊരു ഫീലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലേ? ഇനി നമ്മൾ കാണുന്നത് കാശ്മീർ വാലിയുടെ കാഴ്ചകളാണ്. ഇത്ര നേരം കണ്ട കളർ ടോൺ മൊത്തത്തിൽ മാറി. മറ്റൊരു യൂറോപ്യൻ രാജ്യമാണെന്നേ പറയുകയുള്ളൂ. ഇവിടുത്തെ ഭവന നിർമ്മാണ സ്റ്റൈലും എല്ലാം വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ എവിടെയുമില്ലാത്ത വേറൊരു തരം നിർമ്മാണ രീതി. വിശാലമായിട്ടുള്ള റോഡ്, ഇരുവശത്തും കാശ്മീർ വില്ലോ മരങ്ങളും വീടുകളും പാടങ്ങളും അങ്ങനെ ഓരോന്നും കാണാം. ബ്രിട്ടീഷ് പേർഷ്യൻ സ്റ്റൈലാണ് ഇവിടെ. പാടങ്ങളൊക്കെ കാലിയായി കിടക്കുകയാണ്. കൃഷിയൊന്നും കാണുന്നില്ല. അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. ബ്രിട്ടനിലെ വീഡിയോസ് കാണുമ്പോൾ ഇത്തരം വീടുകൾ കണ്ടിട്ടുണ്ട്. റോഡിൽ അധികം വണ്ടികളില്ല. റോഡരികിൽ ഓരോ 100 മീറ്ററിലും തോക്കും പിടിച്ച് നിൽക്കുന്ന നമ്മുടെ പട്ടാളക്കാരെ കാണാൻ സാധിക്കും. അതൊന്നും ഞാൻ വീഡിയോ പകർത്തി ഇവിടെ ഇടുന്നില്ല. റോഡരികിൽ മാത്രമല്ല, കുട്ടികൾ കളിക്കുന്നിടത്തും ആട് മേയ്ക്കുന്നിടത്തും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീനഗർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നൊരു വിമാനം നമുക്ക് കാണാം. പെട്ടെന്നാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ചെറുപ്പത്തിൽ കുറേ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെയുള്ള കടകളുടെയും വീടുകളുടെയും മുന്നിൽ പലക കഷ്ണങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. എല്ലാം ഒരേപോലെ ഉണ്ട്. പിന്നെയല്ലേ കാര്യം പിടികിട്ടിയത്. ഇത് നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയലാണ് ഇരിക്കുന്നത്. കശ്മീർ വില്ലോ മരങ്ങൾ കൊണ്ടാണല്ലോ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെ ബാറ്റ് ഫാക്ടറികൾ കുറച്ചധികം ഉണ്ട്. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഷോപ്പുകളും കുറേ കാണാൻ സാധിക്കും. എന്തായാലും അതൊരു കൗതുകം തന്നെയായി. നമ്മളങ്ങനെ ശ്രീനഗർ എത്തിയിരിക്കുകയാണ്. സൈന്യത്തിൻ്റെ വലിയൊരു വാഹന വ്യൂഹം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലായിട്ടും ഒരു വാഹനം പോകുന്നുണ്ട്. നമ്മുടെ ടൗണുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തോ ഒരു എസ്തറ്റിക് ബ്യൂട്ടി തോന്നിപ്പിക്കുന്നുണ്ട് ശ്രീനഗറിന്. മരങ്ങളിൽ ഒന്നും തന്നെ ഇലകളും പൂക്കളും ഇല്ല. മഞ്ഞുകാലമാണല്ലോ, അത് കഴിയാനുമാകുന്നു. ഗൈസ്, ഞങ്ങളിത് അവിടെ വന്നിറങ്ങി. ബായ് ഇതാ ഞങ്ങളെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. ഏതോ ബായ് ഇവിടുത്തെ മെയിൻ ആളാണ്. എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ നടത്തിച്ച് കൊണ്ടുപോവുക. ബായാണെങ്കിൽ വൻ ലുക്കും. യു ലുക്ക് ലൈക്ക് എ ഫിലിം സ്റ്റാർ. Really? Wow, yeah. Mostly Malayali told me like that. നല്ല തണുപ്പാണ്. ഞങ്ങളെയും കൂട്ടി ഷബ്രൂസ് ബായ് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹൗസ് ബോട്ടിലേക്കാണ്. അങ്ങോട്ടേക്ക് കയറുന്നതിൽ ഒരു സാഹസമുണ്ട്. എന്നാലും കൈ പിടിക്കാനുള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഗൈസ്, ദിസ് ഈസ് അവർ റൂം. അടിപൊളി റൂമാണ്. ഇത് ബോട്ടിലാണുള്ളത് കേട്ടോ. ഒരു കാശ്മീരി ടൈപ്പ് സെറ്റപ്പാണ്. ഇതാ നമ്മുടെ ബാഗ് ഒക്കെ ഇവിടെ നിരത്തിയിട്ടുണ്ട്, അത് നോക്കണ്ട. അടിപൊളിയാണ് കേട്ടോ. ഇത് ഇവിടുന്ന് നോക്കിയാലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ രണ്ടൊരു പുഴയാണ്. അപ്പോൾ വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ബെഡിൽ രാത്രി ഹീറ്ററല്ല ഇവരെ വെച്ചിരിക്കുന്നത്. ഇവർ മറ്റേ ബെഡ് ചൂടാവുന്നൊരു സെറ്റപ്പാണ്. ഈ ബെഡാണ് ചൂടാവുക. അപ്പോൾ നമുക്ക് രാത്രി തണുപ്പിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ 3 ഡിഗ്രിയാണ് കേട്ടോ. 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. കശ്മീരിലെ മെയിൻ നദിയായ ജലും നദിയിലെ ഹൗസ് ബോട്ടിലാണ് ഞങ്ങൾ വരും ദിവസങ്ങളിൽ താമസിക്കുന്നത്. ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. പെട്ടെന്ന് അങ്ങ് കണക്റ്റായി പോയതാണ്. നല്ല തണുപ്പായതുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങളൊന്നുമില്ലാതെ തന്നെ ഇതങ്ങ് ഉറപ്പിച്ചു. ഞങ്ങളെടുത്ത തീരുമാനം നല്ലതായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി. രക്ഷയില്ല മകളെ, തണുപ്പ് 0 ഡിഗ്രീൻ്റെ അടുത്താണ്. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കൈയൊക്കെ മരവിച്ചിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. വിറയ്ക്കാണ്. ജാക്കറ്റിൻ്റെ അടിയിൽ ടീഷർട്ട്, അതിൻ്റെ അടിയിൽ തെർമൽസ്, ഇതേപോലെ തന്നെ താഴെയുണ്ട്. ഓസം എക്സ്പീരിയൻസ്. ഒന്ന് ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ ശ്രീനഗർ ടൗൺ കാണാൻ ഒന്നിറങ്ങി. നമ്മൾ നല്ല ചൂട് കടല വാങ്ങിയിട്ട് അത് കഴിച്ചിട്ട് ഇങ്ങനെ പോവുക. തണുപ്പത്ത് വാക്കിംഗ് ഒരു രസമാണ്. വളരെ ശാന്തമായ വാക്ക് വേ ആണ്. ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വഴി അങ്ങ് നടന്നാൽ ലാൽ ചോക്ക് എത്തും. അത് ശ്രീനഗറിലെ സിറ്റി സ്ക്വയർ ആണ്. ഞാനൊരു സെറ്റർ കൂടി കൊണ്ടുവന്നിരുന്നു. അതുകൂടി ഇടേണ്ടി വരുമോ എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ സ്ഥിതി. സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ നടന്നു. പോകുന്ന വഴിക്ക് ജലും നദീ തീരത്തെ ഹൗസ് ബോട്ട് സെറ്റപ്പുകൾ കാണാൻ പറ്റും. ഇവിടുത്തെ മെയിൻ ബാങ്കാണ് JNK ബാങ്ക്. മിക്കവരും യൂസ് ചെയ്യുന്നത് ഈ സർവീസാണ്.
അതിൻ്റെ ഒരു പ്രീമിയം ലുക്കുള്ള ബ്രാഞ്ച് ആണിത്. സ്ട്രീറ്റിലെത്തിയ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടു. എന്തൊരു വൃത്തി! യൂറോപ്യൻ നഗരങ്ങൾ പോലെ തന്നെ. ലൈറ്റിങ്ങും റോഡും ബിൽഡിങ്ങുകളുടെ നിർമ്മാണവും എല്ലാം നമ്മൾ കണ്ടു പഴകിയതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് പോളോ വ്യൂ സ്ട്രീറ്റ്. ഈ ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഇന്ത്യൻ സ്ട്രീറ്റ് ആണെന്ന് ആരും തന്നെ പറയില്ല. സത്യത്തിൽ ശ്രീനഗറിനെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. കശ്മീർ വരുന്നവരെല്ലാം സ്നോ ആണ് കാണിക്കാറുള്ളത്. ക്ലോത്തിങ് ഷോപ്പുകളും ഫാൻസി ഷോപ്പുകളും പിന്നെ ഫുഡ്വെയർ ഷോപ്പുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിച്ചു. നമ്മുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ പോലെ ഇവിടെ മാത്രമുള്ള ഒരു ലക്ഷറി ബ്രാൻഡിങ് ആൻഡ് ഷോപ്പിംഗ് സെറ്റപ്പ് പോലെയാണ് തോന്നിയത്. ആദ്യ കാഴ്ചയിൽ തന്നെ ഈ സ്ട്രീറ്റ് നല്ലപോലെ ബോധിച്ചു. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ട്രീറ്റ് ആണ്. സിനിമാ പ്രൊഡക്ഷൻ ഒക്കെ അനുവദിക്കുമെങ്കിൽ ഇതൊരു വിദേശ രാജ്യമായി ഈസിയായി ചീറ്റ് ഷോട്ട് എടുക്കാൻ സാധിക്കും. ഫസ്റ്റ് പെഡസ്ട്രിയൻ ഓറിയന്റഡ് ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്നാണ് പോളോ വ്യൂ സ്ട്രീറ്റ് അറിയപ്പെടുന്നത്. നമുക്ക് നടന്നു പോയി എല്ലാ അമെനിറ്റീസും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി. റെയ്മണ്ട് പിന്നെ ആക്ഷൻ, ഈ 2 ബ്രാൻഡുകൾ എനിക്ക് അറിയാവുന്നതുണ്ടായിരുന്നു. നല്ല മഴയും പെയ്യാൻ തുടങ്ങി. അതോടെ കുത്തുന്ന രീതിയിലുള്ള തണുപ്പായി. നടക്കാനും പാടായി തുടങ്ങി. പക്ഷെ ശ്രീനഗർ ബ്യൂട്ടിഫുൾ ആയിരുന്നു. തിരിച്ച് റൂമിൽ പോയാലോ എന്ന പ്ലാനിലെത്തി ഞങ്ങൾ. ഒരു ചായ കുടിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലെത്തി ഞങ്ങൾ. അങ്ങനെ ചായ പറഞ്ഞു. നല്ല അടിപൊളി ചായ. ഇവിടെയുള്ളവർക്ക് നല്ല ചായ ഉണ്ടാക്കാൻ അറിയാം. അത് ഈ മരം കോച്ചും തണുപ്പത്തിരുന്ന് കുടിക്കാൻ നല്ല ഫീലായിരുന്നു. ഇതൊരു വുഡൻ ബ്രിഡ്ജാണ്. ഇവിടുത്തെ ഒരു നല്ല ഫുഡ് സ്പോട്ടാണിത്. നല്ല കുറേ ഫുഡ് ഐറ്റംസ് ഇവിടെ ലഭിക്കും. ഫുഡ് അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. ചെലും നദിയിലെ കാഴ്ചയും കണ്ട് ഈവനിങ് അടിപൊളിയാക്കാം. ആ കാണുന്ന പാലത്തിന്റെ അപ്പുറത്തുള്ള ബോട്ടാണ് നമ്മുടേത്. വളരെ പീസ്ഫുൾ ആയ സ്ഥലം. മഴ കാരണം ഇന്ന് ആളുകൾ വളരെ കുറവാണ്. ഈ മരങ്ങളൊക്കെ ഇനി ഇലയിടുമ്പോൾ ഇവിടുന്ന് ഇതിലും ഗംഭീര വ്യൂ ആയിരിക്കും. യൂറോപ്പിൻ്റെ ഈ ഒരു ഭംഗിയിൽ ഇരുന്നിട്ട് നമ്മൾ കണ്ടേ ചിക്കൻ ടിക്ക നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷവർമ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടെ. എൻ്റെ പൊന്നോ, ജാതി ഐറ്റം. നമ്മൾ ഇതാണ്ടേ ഇവിടുന്ന് നേരെ ഇങ്ങനെ നടന്ന് പോയിട്ട് ഈ ഹട്ടിൽ ഇങ്ങനെ ഇരിക്കും. അവിടെ ഇരുന്ന് കഴിക്കും. ഒരു രക്ഷയില്ല. ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല ഫ്രെയിം അല്ലേ? നല്ല വിശപ്പും അസാധ്യ തണുപ്പും ഈ ഒരു ആംബിയൻസും വേറൊരു തരം അനുഭവം തന്നെയായിരുന്നു. നമുക്കുള്ള ഷവർമയും ടെക്കയും വന്നു അപ്പോഴേക്കും. ഞങ്ങളത് വേഗത്തിൽ തന്നെ കഴിച്ചു. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെയെങ്കിലും റൂമിൽ എത്തിയാൽ മതി എന്നായി. ഇനി റൂമിൽ കയറുക, പുതപ്പിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കൂടി ഉറങ്ങുക. അതാണ് ലക്ഷ്യം. കശ്മീരിൻ്റെ അടുത്ത വിശേഷം ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ഗൈസ്.